അമ്മ പോയി റെഡിയാവമ്മ. അത് കുഴപ്പമില്ല, 9 മണി ആയില്ലോ. എന്ത് മാറാത്ത? 9:45. 9235. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇത്ര ഇമോഷണലി കണക്ട് ആയ വ്യക്തിയെ എൻ്റെ ലൈഫിൽ വേറെ ഉണ്ടായിട്ടില്ല. എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നെ അതേപോലെ തന്നെ എൻ്റെ മുഖത്ത് നോക്കി നീ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ വ്യക്തി വേറെ ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായത്. ജർമ്മനി പോവാന്ന് ആഗ്രഹിച്ച് A1 പഠിക്കാനായിട്ട് ഗോയിത്തയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു. വിവി നന്നായിട്ട് ഡാൻസ് കളിക്കും, ഫോട്ടോ എടുക്കും, നന്നായിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യും, നല്ല ലീഡർഷിപ്പ് സ്കില്ലുള്ള ഒരാളാണെന്ന് അന്ന് പഠിക്കുമ്പോൾ മനസ്സിലായി. ഫ്രണ്ട് ആയിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ആ ഒരു കെയറിങ്ങും കംഫർട്ട് സോണിലും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞാനാണ് ആദ്യം ചോദിച്ചത്, നമുക്ക് കല്യാണം കഴിച്ചാലോ, ജർമ്മനിയിലൊക്കെ പോയി ജോലിയൊക്കെ കിട്ടി സെറ്റിലായി കഴിയുമ്പോൾ പൊട്ടുണ്ടോ? പൊട്ട് കുറവാണെങ്കിൽ എല്ലാം കണ്ടോര് ചോദിക്കാം, പൊട്ട് കുത്തല്ലേ? പൊട്ടുന്നില്ല, പൊട്ടുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ള സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫ് ലോങ്ങിൽ എനിക്ക് അവളെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊരു ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ ഡൗൺ ഫേസിൽ എൻ്റെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതും പിന്നെ എൻ്റെ ഇമോഷണലി സപ്പോർട്ട് എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ എലി തന്നെ വിളിക്കുന്നത് എലിസബത്താണ്. ഇന്ന് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇച്ച അവിടെ ഒരുങ്ങി സുന്ദരനായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുവാണ്. ചേട്ടൻ അനിയൻ എന്ന രീതിയിലല്ല ഞങ്ങളുടെ ബന്ധം വെച്ചാൽ ഒരു ഫ്രണ്ട്സ്, എങ്ങനെ ഒരു തിക് ഫ്രണ്ട്സ് എങ്ങനെയാണ് ഇപ്പോൾ സൺസ് എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലാണ്. ഇത് ചേട്ടൻ അനിയൊന്നും ബന്ധത്തിലല്ല, കാരണം ആൾ അത്രമാത്രം സ്നേഹമാണ്. അതുപോലെ തന്നെ ചേച്ചിനെ പറ്റി പറയാനാണെങ്കിലും അവൻ അങ്ങനത്തെ ഒരാളെ തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും അവൻ്റെ ആ ഒരു അവനോട് കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പോൾ ചേച്ചിയാണെങ്കിലും എൻ്റെ അടുത്താണെങ്കിലും വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് വരുന്നത്. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ ആ സ്നേഹം തന്നെ ചേച്ചിയുടെ നിന്നും കിട്ടിയിട്ടുണ്ട്. എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളയാണ്. ഞങ്ങൾ 7 മക്കളിലെ ഇളയാണ്. ഞങ്ങളിൽ ഒരാളായിട്ടാണ് ബിബിൻ നിൽക്കുന്നത്. അതെ, അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഒരാളെ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എലിസബത്തിനും ബിബിനും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. Come with me now. അവന്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളർഫുൾ ആവും. കാരണം അവൻ നല്ലൊരു കളറാണ്. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ആംഗിളാണ്, ഒരു നല്ല കഷ്ടാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംഗിളാണ്. ഇതിനും എലിസബത്തിനും എല്ലാവിധ ആശംസകളും.
സൂപ്പറാണ്, പൊളിയാണ്, മാസാണ്, അടിപൊളിയാണ്. മുന്നോട്ട് അങ്ങനെ കീപ് ഗോയിങ്. പോരൂലേ നീ പോരൂലേ മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ. ചലോടെ ചാത്തി നീ പോരൂലേ നീ പോരൂലേ കനവാകെ ചിന്നി മേളം കടമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നു കല്യാണം നേരെ മുകിലോല പന്തൽ താഴെ കുടമുല്ല പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവായി മണ്ഡലം വന്നു വിളിക്കുന്നേ മണ്ഡലം വന്നു വിളിക്കുന്നേ. പലകമാരുടെ മണമൊഴുകി നന്മയാൽ വരമരുളി ഓയം തക്കം തെയ്യം തക്കം തഞ്ചാവിട്ടി ആരോമൽ ചെറുക്കരയാവൻ. So finally the day has come. So congratulations Vidhan and Elizabeth. അപ്പൊ നല്ലൊരു അടിപൊളി ലൈഫ് ലീഡ് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. So ചേട്ടനും ചേച്ചിക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. Could never stop. A dreamer with the fever to be great was all I ever want, was all I ever wanted. A fighter with the fever for the fame was all I ever want, was all I ever wanted. Got me singing like bang bang, bang bang, bang bang. This fire's a weapon. Bang bang, bang bang, bang bang. Won't stop till we're legends. അതിമനോഹരമായ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ എൽസും ബിബിഞ്ചണ്ണും വന്നിരിക്കുന്നു. സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. Please give them a big round of applause. സർവം സദാ നിൻ